ഒരു ഭവനത്തിൽ അത്തിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കർത്താവേ, ഇന്നത്തെ ഈ പോട്ടാശ്രമത്തിലെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് വഴിയായി എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു ആത്മീയ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. പലവിധ ആഗ്രഹങ്ങളോടുകൂടിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ആരും ഇത് കാണാൻ വന്നവരല്ല, മറിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ വന്നവരാണ്. ഈ വ്യക്തിയുടെ ആഗ്രഹങ്ങളും നിയോഗങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും കർത്താവെ അങ്ങ് ഏറ്റെടുക്കണമേ. പരിശുദ്ധ അമ്മേ, ഈ വ്യക്തിക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. കർത്താവെ, ഞങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, വ്യക്തിയുടെ വീട്ടിൽ, ഈ വ്യക്തിയുടെ നിയോഗങ്ങളിൽ കർത്താവെ അത്ഭുതകരമായി അങ്ങ് ഇടപെടണം എന്ന് പറഞ്ഞാൽ ഈ ആലയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയുടെ ഫലം നമ്മുടെ വീട്ടിൽ സംഭവിക്കണം. നമ്മുടെ വീട്ടിൽ പല കാര്യങ്ങളിലും വലിയ ദൈവിക ഇടപെടലുകൾ ആവശ്യമാണ്. നമുക്ക് മനസ്സിലത് ഓർക്കാം. നമ്മുടെ വീട്ടിൽ ഏത് കാര്യത്തിലാണ് ഈശോയുടെ ഇടപെടൽ അത്യാവശ്യമായിരിക്കുന്നത്? ഒരുപക്ഷെ മകനെ ഓർത്തും മകളെ ഓർത്തും ഭാരപ്പെടുന്ന അപ്പനും അമ്മയും മക്കളെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. സമർപ്പിക്കുക. നമ്മുടെ കുടുംബത്തിൽ നീണ്ട നാളുകളായി ചില തടസ്സങ്ങൾ എന്താണെന്നറിഞ്ഞുകൂടാ, കാര്യങ്ങളൊന്നും അങ്ങ് ശരിയാവുന്നില്ല. സമർപ്പിച്ചുകൊള്ളൂ. വിവാഹ ആലോചന പലതും നടന്നിട്ടും വിവാഹം അങ്ങ് ഉറപ്പിക്കപ്പെടുന്നില്ല, തടസ്സം ഉണ്ടാവും. സമർപ്പിച്ചുകൊള്ളൂ. ഒരു വീട് പണിയണമെന്ന ആഗ്രഹം, ഒരു വാഹനം വാങ്ങണമെന്ന ആഗ്രഹം, ഒരു സ്ഥലം വിൽപ്പന, സ്ഥലം വാങ്ങൽ, അങ്ങനെ പലതും മനസ്സിലുണ്ട്. പക്ഷെ അതൊന്നും അങ്ങ് ശരിയാവുന്നില്ല. കർത്താവെ, അങ്ങ് ഇടപെടണമേ. ജോലിക്കാര്യങ്ങൾ, വിദേശത്തേക്കുള്ള യാത്ര, വീട്ടിലെ കൃഷിയിടങ്ങൾ, പല തടസ്സങ്ങളുണ്ട്. കർത്താവെ, സമർപ്പിക്കുന്നു. അങ്ങ് അത്ഭുതകരമായി വിഷയത്തിൽ ഇടപെടണമേ. കർത്താവ്, ഞങ്ങളുടെ വീട്ടിൽ എന്നും സമാധാനം വേണം. ഞങ്ങളുടെ വീട്ടിലുള്ള അശുദ്ധാത്മാവിനെ കർത്താവെ അങ്ങ് ബന്ധിക്കണം. ഞങ്ങളുടെ വീട്ടിൽ സ്വസ്ഥത വേണം. മദ്യപാനത്തിൻ്റെ അരൂപിയുണ്ട്. ആ അരൂപിയെ കർത്താവെ അങ്ങ് ബന്ധിക്കണം. ഞങ്ങളുടെ കുടുംബത്തിൽ പല വിധത്തിലുള്ള പീഡകളുണ്ട്. കർത്താവെ, അത് ബന്ധിക്കണം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. കൈകൾ കൂപ്പി ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ കണ്ണു തുറന്ന് കരങ്ങൾ കൂപ്പി പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവർ, ഇന്ന് ഈ പോട്ടാശ്രമത്തിലെ ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ശുശ്രൂഷ വഴി ദൈവം അതിശക്തമായി നമ്മളിൽ എല്ലാവരിലും ഇടപെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഒരു വചനം നൽകി നമ്മളെ ഒരുക്കുകയാണ്. എന്താണ് ഈ കൂട്ടായ്മയോട് പറയേണ്ടതെന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഓർമ്മപ്പെടുത്തി തന്ന ഒരു വചനം ഇതാണ്. പഴയ നിയമത്തിലെ ഒരു സുന്ദരമായ വചനം, ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം തിരുവചനം. ഈ വചനം ഒരു ചോദ്യമാണ്. ഒരു ചോദ്യം, നല്ല രസകരമായിട്ടുള്ളൊരു ചോദ്യമാണ്. വചനം ഇങ്ങനെയാണ്: ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? ഒരു ചോദ്യമാണ്. ദൈവം പറയാണ്, ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ, നിനക്കത് ഓർമ്മയുണ്ടോ എന്നുള്ളതാണ് ദൈവം ചോദിക്കുന്ന ചോദ്യം. ഒരിക്കൽ കൂടെ വായിക്കാം. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിനുശേഷം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടെ ഉണ്ടായിരിക്കും.
വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. നമുക്ക് ഈ വചനം ഒന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരം താഴ്ത്താം. പ്രിയപ്പെട്ടവരെ, ദൈവം ഇന്ന് ഓരോരുത്തരോടും ചോദിക്കുന്ന വളരെ വ്യക്തിപരമായ ചോദ്യമാണ്. നീ എങ്ങനെയായിരിക്കണം? നീ ശക്തനായിരിക്കണം, ധീരനായിരിക്കണം. പരിഭ്രമിക്കുകയോ ഭയപ്പെടുകയോ പാടില്ല. ശക്തി ക്ഷയിച്ചു പോയോ? ധീരത നഷ്ടപ്പെട്ടു പോയോ? പരിഭ്രമം, ഭയം നമ്മളെ വേട്ടയാടുന്നുണ്ടോ? ഒരുപക്ഷെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ നമ്മളെ എല്ലാവരെയും ഈ പറഞ്ഞ രീതിയിൽ വേട്ടയാടുന്നുണ്ടാവാം. പരിഭ്രമം, വീട്ടിലെ ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ തന്നെ പരിഭ്രമം, സാമ്പത്തികമായ ചില തടസ്സങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ പരിഭ്രമം, ഭയം, മക്കളെക്കുറിച്ച് വല്ലാണ്ട് ഭയം മാത്രമല്ല, എന്താകുമെന്നുള്ള വല്ലാത്ത ആകുലത. അങ്ങനെ തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ നമ്മളെല്ലാവരെയും ഭയപ്പെടുത്തുന്നുണ്ട്, പരിഭ്രമിപ്പിക്കുന്നുണ്ട്. ഇന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നത് നീ ഇങ്ങനെ പരിഭ്രമിച്ചും ഭയന്നും കഴിയേണ്ട ഒരു വ്യക്തിയല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പല 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 വിഷയങ്ങൾ എന്താകും, എങ്ങനെയാകും. അപ്പോൾ വചനം ഇന്ന് നമുക്ക് നൽകുന്ന ആദ്യത്തെ ഉറപ്പ്, നീ എങ്ങനെയായിരിക്കണം? നീ ധീരനായിരിക്കണം, അല്ലേ? നീ ശക്തനായിരിക്കണം. നീ പരിഭ്രമിക്കരുത്, നീ ഭയപ്പെടരുത്. അങ്ങനെ ആയാൽ എന്ത് സംഭവിക്കും? നമ്മളെ പിശാച് തോൽപ്പിക്കും. നമ്മുടെ ഉള്ളിൽ നമുക്ക് ധൈര്യം നഷ്ടപ്പെട്ടാൽ, ഭയം നമ്മുടെ ഉള്ളിലോട്ട് പ്രവേശിച്ചാൽ ഓർത്തോണം, പിന്നെ എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മൾ പുറകോട്ട് പോകാൻ തുടങ്ങും. എല്ലാ കാര്യങ്ങളിൽ നിന്നും പുറകോട്ട് പോകാൻ തുടങ്ങും. പിന്നെ നമുക്കൊന്നിനോടൊരു താല്പര്യം തോന്നിയല്ല, ജീവിതത്തിൽ ഒരു സന്തോഷം തോന്നിയല്ല, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചാൽ മതി എന്നൊരു ചിന്ത, ചില ആളുകളുടെ മുമ്പിൽ ചത്താലും മതി എന്നുള്ള ചിന്ത, ഇങ്ങനെ കുറേ നെഗറ്റീവ് ചിന്തകൾ വന്ന് നമ്മളെ പീഡിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ ചോദ്യം വർഷങ്ങൾക്ക് മുമ്പ് ജോഷുവയുടെ ദൈവം പറഞ്ഞ കാര്യമാണ്. ജോഷുവയോട് പറയാണ്, ജോഷുവ നീ ഓർക്കണം, ഇസ്രായേൽ ജനത്തെ നയിക്കാൻ തെരഞ്ഞെടുത്ത ജോഷുവ, മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനത്തെ നയിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജോഷുവയോടാണ് പറയണത്, നീ എന്തിനാ സങ്കടപ്പെടണേ? നീ പോകുന്നിടത്തെല്ലാം നിന്റെ ദൈവമായ കർത്താവ് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലെല്ലാം, നമ്മൾ ഇടപെടുന്ന കാര്യങ്ങളിലെല്ലാം സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. ഹല്ലേലൂയ, വലതുകരം ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് നമ്മൾ വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യണം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ജോഷുവയുടെ ദൈവം പറഞ്ഞു, നീ പോകുന്നിടത്തെല്ലാം ഞാൻ കൂടെ ഉണ്ടായിരിക്കും, നിന്റെ ജീവിതത്തിൽ നീ ശക്തനായിരിക്കണം, പരിഭ്രമിക്കരുത്, ഭയപ്പെടരുത് എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ജോഷുവ ഇസ്രായേൽ ജനത്തെയും കൊണ്ട് യാത്ര തിരിക്കുമ്പോൾ ഈ ജോഷുവയുടെ ജീവിതത്തിൽ പിന്നീട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ? ഇല്ലേ? എന്തെങ്കിലും തടസ്സം ഉണ്ടായിട്ടുണ്ടോ? അതോ പിന്നീട് എല്ലാം സുഗമമായിരുന്നു, എല്ലാം നല്ല ടിപ് ടോപ്പ് ആയിരുന്നു? ആണോ? അല്ല. ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ടായി, ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ. നിങ്ങൾക്ക് വായിച്ച് ധ്യാനിക്കാൻ പറ്റിയ ഒരു നല്ല സുന്ദരമായ സംഭവം ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ. ജോർദാൻ നദി കടക്കുന്നു, അങ്ങനെയാണ് അതിന്റെ ഹെഡിങ്, ജോർദാൻ നദി. ഇതിനു മുമ്പ് അവർ വലിയ ഒരു കടല് കടന്നതാണ്. ഏത് കടല്? ചെങ്കടൽ കടന്നതാണ് ഇസ്രായേൽ ജനം. അന്ന് ആരായിരുന്നു അവരുടെ ലീഡർ? മോശയായിരുന്നു. മോശയ്ക്ക് ശേഷം ജോഷുവ ഭരണം ഏറ്റെടുത്തു.
ജോഷുവ ഇസ്രായേൽ ജനത്തെയും കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതാ മുമ്പിൽ ജോർദാൻ നദി. ഈ നദി എങ്ങനെ കടക്കുമെന്ന് ആശങ്കപ്പെട്ട് നദിയുടെ തീരത്ത് ജോഷുവയും സംഘവും നിൽക്കുന്നൊരു നിപ്പുണ്ട്. ഈ നദി എങ്ങനെ കടക്കും? കാരണം ഈ നദി സാധാരണതയിൽ കവിഞ്ഞ് അതിങ്ങനെ കുതിച്ചുയരുകയാണ്, അതിങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. സാധാരണഗതിയിൽ ഇത്രയും വെള്ളം ഉണ്ടാകാത്ത നദിയിൽ അന്ന് അവരവിടെ ചെല്ലുമ്പോൾ അതിനു മാത്രം വെള്ളവുമുണ്ട്. അതിങ്ങനെ കുത്തി ഒഴുകുകയാണ്. അപ്പൊ ഇങ്ങനെ കുത്തി ഒഴുകുന്ന ഈ നദിയുടെ കരയിൽ ജോഷുവയും സംഘവും പേടിച്ച് വിറങ്ങലിച്ച് നിൽക്കുന്നൊരു നിപ്പുണ്ട്. എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കണ നിപ്പ്. ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റും കുറെ അധികം പേര് അങ്ങനെ നിപ്പുണ്ട്. എവിടെയാ? വീട്ടിലെ ചില പ്രശ്നങ്ങളിൽപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. ഈ നദി എങ്ങനെ കടക്കും? ഈ പ്രശ്നം ഞാൻ എങ്ങനെ ഓവർകം ചെയ്യും? ഇതെങ്ങനെയായി തീരും എന്നുള്ള വല്ലാത്ത ഭാരത്തോടുകൂടെ ഒത്തിരി പേരുണ്ട്. വല്ലാത്ത ഭാരം. എന്തു ചെയ്യും? വല്ലാത്ത ഭാരം. അവരങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ജോഷുവയുടെ ഉള്ളിൽ പണ്ടത്തെ ഒരു ഓർമ്മ വന്നു. ഏതോർമ്മയാ? പണ്ടത്തെ ഓർമ്മ. ജോഷുവ ഒരു നിക്കറൊക്കെ ഇട്ട് കുഞ്ഞായിരുന്നപ്പോ മോശയുടെയൊക്കെ കൈ പിടിച്ച് നടന്നപ്പോ അനുഭവിച്ച ഒരു സംഭവം. അതൊരു കടലിന്റെ കരയിലാണ്. ആ കടലിന്റെ പേരാണ് ചെങ്കടൽ. ചെങ്കടലിന്റെ കരയിൽ നിന്നുകൊണ്ട് മോശ കരങ്ങൾ വീശിയപ്പോ കടല് രണ്ടായിട്ട് മാറി വരണ്ട നിലത്തിലൂടെ ഇസ്രായേൽ ജനം കടന്നുപോയ ഓർമ്മ ജോഷുവയുടെ ഉള്ളിൽ കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ജോഷുവയ്ക്ക് ഉണ്ടാവുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. ജോഷുവ തന്നെത്താൻ പറയുന്നൊരു കാര്യമുണ്ട്. കടല് കടന്ന ഞാൻ ഒരു നദിയുടെ മുമ്പിൽ പരിഭ്രമിക്കാൻ പാടില്ല. ഒന്ന് പറഞ്ഞേ. കടല് കടന്ന ഞാൻ, ഇങ്ങനെ എന്നെ ഏറ്റു പറഞ്ഞോ. കടല് കടന്ന ഞാൻ നദിയുടെ മുമ്പിൽ പരിഭ്രമിക്കരുത്. കടല് കടന്ന ഞാൻ ഒരു നദിയുടെ മുമ്പിൽ പേടിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ പല കടലുകളും നിങ്ങൾ കടന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല തടസ്സങ്ങളും നിങ്ങൾ കടന്നതാണ്. ഇല്ലേ? ചിന്തിച്ച് നോക്കിയാൽ അറിയാം. നിങ്ങൾ വന്ന വഴികളൊന്ന് ചിന്തിച്ചേ. നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ നിങ്ങൾ നേരിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ ഇന്നത്തെ ഒരു പ്രതിസന്ധി അതിങ്ങനെ മുമ്പിൽ നിൽക്കുമ്പോൾ നിന്റെ മനസ്സിലുണ്ടാവേണ്ട ഏറ്റവും വലിയ ബോധ്യം എന്താ? ഞാൻ ഈ പ്രശ്നത്തിന്റെ മുമ്പിൽ തളർന്നു പോവില്ല. ഞാൻ ഇന്നത്തെ ഈ ക്രൈസിസിന്റെ മുമ്പിൽ എൻ്റെ മകനെ കുറിച്ചാവാം, എൻ്റെ ഭാവി ജീവിതത്തെക്കുറിച്ചാവാം, ഒരു രോഗത്തെക്കുറിച്ചാവാം, ഞാൻ ഈ വിഷയത്തിൻ്റെ മുമ്പിൽ വീണു പോവില്ല. കാരണം എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ശക്തനായിരിക്കണം, ധീരനായിരിക്കണം, പരിഭ്രമിക്കാൻ പാടില്ല, ഞാൻ ഭയപ്പെടാൻ പാടില്ല. കാരണം സർവശക്തനായ ദൈവം എൻ്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ച് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം അതെന്താണ്? മനസ്സിലൊന്ന് ചിന്തിച്ചേ. എന്താ ഇന്ന് എൻ്റെ വീട്ടിലെ പ്രശ്നം? എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ അസ്വസ്ഥത എന്താണ്? പ്രിയപ്പെട്ട ദൈവജനമേ, പല സംഭവങ്ങൾ എന്താ ഒന്നിനു പിറകൊന്നായി നമ്മുടെ മുമ്പിൽ. ഒരു സിനിമാ തിയേറ്ററിൽ ഈ ചിത്രം ഇങ്ങനെ മുമ്പിൽ തെളിയുന്നത് പോലെ നമ്മുടെ മുമ്പിൽ പല സംഭവങ്ങളും കടന്നു വരുന്നുണ്ടാവും. ചില സാമ്പത്തിക ഭാരങ്ങൾ. മകള് വിദേശത്ത് പോകണം, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. കാര്യങ്ങളൊക്കെ എന്താകും, ആര് സഹായിക്കുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഭാരം ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. ഒരു സ്ഥലം വിൽപ്പനയോട് ബന്ധപ്പെട്ട് വല്ലാതെ ഭാരപ്പെടുന്നവരൊക്കെ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. അതങ്ങ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ അടുത്ത നാളിൽ കുടുംബത്തിൽ ഒരാൾക്കുണ്ടായ ഒരു രോഗം, ആ കുടുംബത്തെ വല്ലാണ്ട് പിടികൂടിയിട്ടുണ്ടല്ലോ, അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ചില ആളുകളുടെ ഉള്ളിൽ വല്ലാത്ത നിരാശ. വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും അങ്ങ് നടക്കുന്നില്ല. വിചാരിച്ചതുപോലെ പല കാര്യങ്ങളും നടക്കുന്നില്ല. വല്ലാത്ത ഭാരം, ദുഃഖം. സ്വപ്നം കണ്ടതുപോലെയൊന്നും അല്ല ജീവിതം. വല്ലാത്ത സങ്കടം ഉള്ളിലുള്ളവരുണ്ട്. സമർപ്പിച്ചേ. നീ നിന്നോട് തന്നെ പറയണം, കടല് കടന്ന ഞാൻ
ഒരു നദിയുടെ മുമ്പിൽ പരിഭ്രമിക്കാൻ പാടില്ല. കടല് കടന്ന ഞാൻ, വലിയ പ്രതിസന്ധികൾ നേരിട്ട ഞാൻ ഒരു നദിയുടെ മുമ്പിൽ പരിഭ്രമിക്കാൻ പാടില്ല. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം നീ വിശ്വസിക്കുക. ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ ദൈവം ഇന്നും ജീവിക്കുന്നു. ഓ ദൈവമേ, നിന്റെ മുമ്പിൽ എൻ്റെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യൂതന്മാരുടെ രാജാവാം നസ്രായനാം ഈശോയെ, ഈ സമയം എൻ്റെ പ്രാർത്ഥന സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. എൻ്റെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെ നേരിടുന്നതിനുള്ള കരുത്തിന് വേണ്ടി. കർത്താവെ, ചില സമയങ്ങൾ ഞാൻ വല്ലാണ്ട് വിങ്ങിപ്പൊട്ടി പോകുന്നു. എൻ്റെ ബലം ചോർന്നു പോകുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ കർത്താവെ. അങ്ങെനിക്ക് ബലം നൽകണം. ഈ പോട്ടാശ്രമത്തിൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ബലം സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ജോഷുവയുടെ പുസ്തകം 1-9 തിരുവചനം, ശക്തനും ധീരനുമായിരിക്കണമെന്നും പരിഭ്രമിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? ഓ ദൈവമേ, അതെന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് ഈ ഗാനത്തിന്റെ വരികൾ അറിയാമെങ്കിൽ ചേർന്ന് പാടണം. എന്നിട്ട് വിശ്വസിക്കണം. ദൈവത്തിന്റെ ആത്മാവെന്നെ പഠിപ്പിക്കുന്ന കാര്യം, യൂതന്മാരുടെ രാജാവാം നസ്രായനാം യേശുവേ, ഈ സമയം സംരക്ഷണത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഈ ഗാനത്തിന്റെ വരികളോട് ചേരാം. യൂതന്മാരുടെ രാജാവായ നസ്രായനാം ഈശോയെ, ഇടിയിൽ നിന്നും മിന്നലിൽ നിന്നും ഭീകരമാം കാറ്റിൽ നിന്നും പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങളെയെല്ലാം രക്ഷിക്കാൻ, പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങളെയെല്ലാം ചേർന്ന് പാടാൻ ശ്രമിച്ച്. യൂതന്മാരുടെ രാജാവായ നസ്രായനാം ഈശോയെ, ഇടിയിൽ നിന്നും മിന്നലിൽ നിന്നും ഭീകരമാം കാറ്റിൽ നിന്നും പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങളെയെല്ലാം രക്ഷിക്കാൻ, പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങളെയെല്ലാം രക്ഷിക്കാൻ. യൂതന്മാരുടെ രാജാവായ നസ്രായനാം ഈശോയെ, ക്ഷാമം ദുരിതം ഇവയിൽ നിന്നും പകരും വ്യാധികളിൽ നിന്നും അപകട മരണം തന്നിൽ നിന്നും ഞങ്ങളെയെന്നും രക്ഷിക്കാൻ, അപകട മരണം തന്നിൽ നിന്നും ഞങ്ങളെയെന്നും രക്ഷിക്കാൻ. യൂതന്മാരുടെ രാജാവായ നസ്രായനാം ഈശോയെ, ക്ഷാമം ദുരിതം ഇവയിൽ നിന്നും പകരും വ്യാധികളിൽ നിന്നും അപകട മരണം തന്നിൽ നിന്നും ഞങ്ങളെയെന്നും രക്ഷിക്കാൻ. യൂതന്മാരുടെ രാജാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളിൽ അങ്ങയുടെ വലിയ സംരക്ഷണം വേണം. ഇതാ ഞങ്ങളുടെ മക്കൾ വിദേശങ്ങളിൽ, മറ്റ് സ്ഥലങ്ങളിൽ ഒറ്റയ്ക്കാണ്. കർത്താവ്, ആരുണ്ട് അവരുടെ കൂടെ? അങ്ങയുടെ സംരക്ഷണം വേണം. ഞങ്ങളുടെ കൃഷിയിടങ്ങൾ കർത്താവെ അങ്ങ് സംരക്ഷിക്കണം. ഞങ്ങളുടെ അധ്വാനങ്ങളെ കർത്താവെ അങ്ങ് ഫലവത്താക്കണം. ഞങ്ങളുടെ യാത്രകളെ കർത്താവ് അങ്ങ് വിശുദ്ധീകരിക്കണം. ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ സംരക്ഷണം വേണം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിക്കാം. യൂതന്മാരുടെ രാജാവേ, യൂതന്മാരുടെ രാജാവായ നസ്രായനാം ഈശോയെ, കടലിൽ കരയിൽ വാനിൽ ഭൂവിൽ നിന്നുടെ നാമം പുലരട്ടെ. ഉന്നത വിളവും സർവൈശ്വര്യവും നാളിൽ നാളിൽ വളരട്ടെ. ഉന്നത വിളവും സർവൈശ്വര്യവും നാളിൽ നാളിൽ വളരട്ടെ. യൂതന്മാരുടെ രാജാവായ നസ്രായനാം ഈശോയെ, കടലിൽ കരയിൽ വാനിൽ ഭൂവിൽ നിന്നുടെ നാമം പുലരട്ടെ. ഉന്നത വിളവും സർവൈശ്വര്യവും നാളിൽ നാളിൽ വളരട്ടെ. ഉന്നത വിളവും സർവൈശ്വര്യവും നാളിൽ നാളിൽ വളരട്ടെ. യൂതന്മാരുടെ രാജാവായ നസ്രായനാം ഈശോയെ, ഇടിയിൽ നിന്നും മിന്നലിൽ നിന്നും ഭീകരമാം കാറ്റിൽ നിന്നും പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങളെയെല്ലാം രക്ഷിക്കാൻ, പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങളെയെല്ലാം രക്ഷിക്കാൻ.
യൂതന്മാരുടെ രാജാവായ നസ്രായനാമീശോയെ ഇടിയിൽ നിന്നും മിന്നലിൽ നിന്നും ഭീകരമാം കാറ്റിൽ നിന്നും പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങളെയെല്ലാം രക്ഷിക്കാൻ. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണുകൾ അടച്ച് വിശ്വസിക്കുക. എൻ്റെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും ഉണ്ടാവും, പക്ഷേ അവയെ നേരിടാൻ തക്ക കരുത്ത് എൻ്റെ ഉള്ളിൽ ദൈവം നൽകിയിട്ടുണ്ട്. ജോഷുവായ്ക്ക് ദൈവം നൽകിയ സംരക്ഷണം ഞാൻ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. നീ ശക്തനായിരിക്കണം, ധീരനായിരിക്കണം, പരിഭ്രമിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യരുത്. നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടെ സർവശക്തനായ ഞാൻ കൂടെ ഉണ്ടാവും. വിശ്വസിക്കുക, അത് ഏറ്റെടുക്കുക. ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കർത്താവ് എനിക്ക് ഉത്തരം നൽകും. പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യാൻ കർത്താവ് എന്നെ ബലപ്പെടുത്തും. നീ അത് വിശ്വസിക്കുക, ഏറ്റെടുക്കുക. യുഹായേ നീ കാറ്റായി വാ